ഗുഡ് മോർണിംഗ്. ഞാൻ മുഹമ്മദ് സർക്കാർ, റഹീം ഹാജി കൊലക്കേസ് അന്വേഷിക്കാൻ നിയമിതനായ പുതിയ പോലീസ് സൂപ്രണ്ട്. മതി. ഞാൻ ഇവിടെ ചാർജ് എടുത്തതോടെ സർക്കാർ നിങ്ങളുടെ ഡിമാൻഡ് അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സമരം അവസാനിപ്പിച്ച് ദയവായി എല്ലാവരും സമാധാനമായി പിരിഞ്ഞു പോണം. പ്ലീസ്. അല്ല മോനെ, അലവീനെ അറസ്റ്റ് ചെയ്യാതെ സമരം അവസാനിപ്പിച്ചാൽ അത് നമ്മുടെ പാർട്ടിക്ക് കുറച്ചിലല്ലേ? മമ്മദേ, എന്നെ അറസ്റ്റ് ചെയ്യാൻ IG-യുടെ ഓർഡർ ഇല്ലായിരുന്നു. ഓ അങ്ങനെ. IG-യുടെ എക്സാക്ട് പേഴ്സണൽ ടെലിഫോണിക് ഓർഡർ എന്താണെന്ന് ഒരു പ്രതിപക്ഷ MLA-ക്ക് പറഞ്ഞു തരേണ്ട ചുമതല ഒരു പോലീസ് സൂപ്രണ്ടിനില്ല. എങ്കിലും പറയാം. ഞാൻ ഇവിടെ വന്ന് ചാർജ് എടുത്തിരിക്കുന്നുവെന്ന് നിങ്ങളെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. That's all. അറസ്റ്റ് ചെയ്യാതെ നമ്മൾ സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. ക്രമസമാധാന തകർച്ചയോ പബ്ലിക് ന്യൂസൻസോ പേർപ്പസ്ഫുൾ പ്രൊവക്കേഷനോ ഒന്നുമില്ലാതെ ഒരു സമരത്തിലും പോലീസ് ഇടപെടാൻ പാടില്ലെന്നാണ് ഈ സർക്കാരിന്റെ നയം. സോ ഐ എം വെരി സോറി. പിരിഞ്ഞു പോകേണ്ടവർക്ക് പിരിഞ്ഞു പോകാം. ക്രമസമാധാനം തകർന്നാലോ? തകർക്കുന്നെങ്കിൽ തകർക്കടേ. Purposeful provocation. ക്രമസമാധാനം തകർന്നു. ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത നമ്മൾ ക്ഷണിച്ചാൽ സാറ് ഇവിടെ വരുന്ന തീരെ പ്രതീക്ഷിച്ചതല്ല. ഈ വരവിനും ചെയ്ത സേവനങ്ങൾക്കൊക്കെ നന്ദി. കുഞ്ഞലവിയെ ഒന്ന് അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ അവസരം കൊടുക്കാതെ താൻ എന്നീ കാട്ടിക്കൂട്ടിയ ഷോ ഓഫ് ഒക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു? എനിക്ക് ശമ്പളം തരുന്ന പൊതുജനം എന്ന കഴുതയ്ക്ക് വേണ്ടി. നിരാഹാരത്തിന്റെ പേരും പറഞ്ഞു ഉണ്ടു ഉറങ്ങിയും ചുമ്മാ പെരുവഴി കിടക്കുന്നതാ ഇവനെ പോലുള്ള തീറ്റിപ്പണ്ടാരങ്ങളെ പിടിച്ച് ഗ്ലൂക്കോസ് കയറ്റലും കൊട്ടാരം വക സദ്യ ഊട്ടലും അല്ല എന്റെ പണി. എന്റെ വഴി മുടക്കിയ ചിലപ്പതാ ഇത് കൂടുതൽ വാങ്ങിക്കൂട്ടിന്ന് വരും. ഇയാളോട് ഇനി വേദം തോന്നിയിട്ട് കാര്യമില്ല താഹിറുപ്പ. പറഞ്ഞു വിടി. വിളിച്ചു വരുത്താൻ കണ്ടൊരു ഇസ്ലാം. താൻ എന്ത് ഇസ്ലാമാണോ? വർഗസ്നേഹമില്ലാത്ത ഹറാം പറഞ്ഞ ബ്ലഡി മുസ്ലിം. അതേടോ, ഐ എം എ ബ്ലഡി മുസ്ലിം, ഇന്ത്യൻ മുസ്ലിം, ഹിന്ദു മുസ്ലിം, തലമുറകൾക്ക് മുമ്പ് മനസ്സും മതവും പരിവർത്തനം ചെയ്ത ഹിന്ദുസ്ഥാൻ മുസ്ലിം. ആരാന്റെ നെഞ്ചത്ത് ബോംബ് പൊട്ടിച്ച് വർഗസ്നേഹം കാണിക്കാൻ കഴിയാത്ത എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ കഴിയുന്ന മനസാക്ഷിയുള്ള യഥാർത്ഥ മുസൽമാൻ. കുഞ്ഞലവി, ഒരു നാലാംകട ഡൂക്കിലി നേതാവായിരുന്ന യവനെ പിടിച്ച് പാർട്ടിയുടെ തലപ്പത്തിരുത്തിയത് സമുദായം ഉദ്ധരിക്കാനായിരുന്നോ? അല്ലല്ലോ. എന്നോട് രാഷ്ട്രീയം പാടണ. ഇത് സ്വന്തം പാട്ടല്ല, അങ്ങാടി കേട്ട ഒരു പാട്ട് ഏറ്റുപാടാം. അരമന രഹസ്യമാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണം. ഈ കുഞ്ഞലവി കാട്ടിക്കൂട്ടുന്ന പെറ്റി കേസുകളുടെ എല്ലാം പേരിൽ താഹിർ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അല്ലാതെ കിടന്ന് ഞെളിവിരി കൊണ്ട് നാറുന്നത് രാഷ്ട്രീയമല്ലെന്നാണ് പാട്ടിന്റെ പല്ലവി. പണ്ട് താഹിറിന്റെ വീടർക്ക് ചിക്കൻ ബോക്സ് വന്നെന്നോ അവരെ വേപ്പലയും വരട്ടുമഞ്ഞളും തേച്ച് ചൊറിയാൻ നിന്ന് തെക്കങ്ങാണ്ടുള്ള ഒരു ഉമ്മാച്ചി പെണ്ണിന് സാഹിബ് കൊടുത്ത കനത്ത പാരിതോഷികമാണ് ഈ കുഞ്ഞലവി എന്നാണ് അങ്ങാടിപ്പാട്ടിന്റെ ബാക്കി. ചരണം.
വന്ന വഴിക്കാൻ എന്നെ മടക്കി വയ്ക്കാൻ എനിക്ക് കഴിയും. ഇല്ല, കഴിഞ്ഞൊന്നും വരില്ല സാഹിബേ. അത്രയ്ക്ക് കോമാളിയല്ല നമ്മുടെ മുഖ്യൻ. അമിതാവേശം കാട്ടി പൊളിറ്റിക്സിൽ ക്ലീൻ ഇമേജും സത്യസന്ധതയും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന താങ്കൾ ഇനിയും അങ്ങേരുടെ മുമ്പിൽ തരം താഴരുത്. ഒരു പൊടിക്ക് ജാതി സ്പിരിറ്റ് എനിക്കും ഉണ്ടെന്ന് കൂട്ടിക്കോ. അല്ല, പല ജാതി ഇസ്ലാമുകളെ കണ്ടിട്ടുണ്ട്. ഇതെന്ത് ഇസ്ലാമാണ് റബ്ബേ? ഖുറാൻ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ടോ? ഇല്ല. പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്തെങ്കിലും അർത്ഥമറിഞ്ഞ അക്ഷരശുദ്ധിയോടെ ഇനിയെങ്കിലും ഉച്ചരിക്കാൻ പഠിക്കണം. സാർ ഇത്ര നേരമായിട്ടും ആ മേട് മറന്നില്ല. ചുമ്മാ പോവാൻ പറയുന്നേ. ചൂടാറുന്നതിന് മുമ്പ് ഇതങ്ങോട്ട് കുടിച്ചേച്ചേ ഒന്ന് ഉഷാറായിക്ക്. എന്നാലും സാർ ഇത്രയും അങ്ങോട്ടൊരു പാവമായിപ്പോയല്ലോ എന്റെ സാറ്. രാവിലെ വന്ന വരവിന് എനിക്കിട്ടെന്ന് മേക്കെട്ട് കയറിയപ്പോ ഞാൻ വിചാരിച്ചു സാർ ഏതാണ്ട് വലിയ. ഞാൻ ഈ പറഞ്ഞു വരുന്ന എന്നാന്ന് വെച്ചാ, നമുക്ക് ഈ കാക്കിയും തൊപ്പിയും ഇട്ട് നല്ല കാലത്തോളം ഭൂമിയിൽ ഇരിക്കണേല് താഹിറയും പിണക്കാനും ഒക്കെ ഇല്ല, ഷെട്ടിയും തൊടാനൊക്കെ ഇല്ല. പാമ്പിനെയും കീരിയെയും കൂടെ ഒറ്റ കൂട്ടിലിട്ട് വളർത്തുന്ന പോലെ ഒരു ടെക്നിക്കാ സാറേ അത്. വലിയ പാടൊന്നും ഇല്ലെന്നേ. നമ്മൾ ചുമ്മാ വഴവഴാന്നങ്ങ് നിന്നുകൊടുത്തേച്ചാ മതി. For you, sir? ആരാ? ഏതോ ഒരു സ്ത്രീ. പീസ് ആയിരിക്കും. നല്ല കിളിമൊഴി. സ്പീക്കിംഗ്. അല്ല, അതെ, വന്ന് കേറിയ ദിവസം തന്നെ ആകെ ചളകുളമായതുകൊണ്ട് മൂപ്പരങ്ങ് ചമ്പി നിൽക്കുക. ഞാൻ പിന്നെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പൊക്കിക്കൊണ്ടുവരുവാ. ഓ, ആളൊരു തൊട്ടാവാടിയാ അല്ലയോ? നാളെ മറ്റന്നാളോ ഇവിടത്തെ സൗകര്യം എങ്ങനെയെന്ന് വെച്ചാ നമ്മുടെ വീട്ടുകാരത്ത് ഇങ്ങോട്ട് ഇറങ്ങാനിരിക്കുക. ആലീസേ. ഓ, വെൽക്കം. അതേന്നേ, കൊച്ചിന്റെ സ്കൂൾ അഡ്മിഷന്റെ കാര്യം ഇതുവരെ ഒന്നും ശരിയായി കാണത്തില്ലെന്ന് രാവിലെ അവളവിടെ പറയുന്ന കേട്ടു. വല്ലതും ആയായിരുന്നോ? ഒന്നും ആയിട്ടില്ല. ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഇനി നല്ല സ്കൂളിലൊന്നും നടക്കുമെന്ന് തോന്നില്ല. നടക്കാതെ പിന്നെ ആലീസ് നിരൂപിച്ച സെന്റ് ആന്റണീസിൽ തന്നെ നടക്കും. അതാ പ്രിൻസിപ്പൽ അച്ഛനും അവളും തമ്മിലുള്ള ഇരിപ്പ് വശം. മിസ്റ്റർ ജോൺ വർഗീസ്. യെസ് സർ. ഗെറ്റ് റെഡി ഫോർ ആൻ ഓപ്പറേഷൻ. സാർ. എന്താ സാറേ, ആരായിരുന്നു ഫോണിൽ? അത് പറഞ്ഞില്ല. 5000 കേസ് വിസ്കിയുമായി ഷെട്ടിയുടെ ലോറികൾ വരുന്നു, വിതൗട്ട് എക്സൈസ് ഡ്യൂട്ടി. ഓ, അത്രേ ഉള്ളോ? വരുന്നത് ഷെട്ടിയാണെങ്കിൽ നമ്മൾ വിചാരിച്ച അയാൾ ഒരു കോപ്പം ചെയ്യാനൊക്കെ അല്ല സാർ. അവൻ പോവും. നമ്മളിപ്പോ അലച്ചു കെട്ടി അവന്റെ പുറകെ പോയാൽ തന്നെ പണ്ട് പഴയ മുഖ്യമന്ത്രിക്ക് ഞാൻ എസ്കാർട്ട് പോയതുപോലെ ഇരിക്കും. അറിയാൻ ഗുരുവായൂരും വെടിതീർന്ന കൊടുങ്ങല്ലൂരും ഞാൻ. കൊല്ലവും കൊടുങ്ങല്ലൂരും. കീപ് മൂവിംഗ്, കം ഓൺ ഫാസ്റ്റ്. നിർത്ത്. ഇങ്ങോട്ട് ഇറക്കടാ അവനെ. എവിടെ നടാ ലോഡ്? കോയമ്പത്തൂരിന്നാ.